ആത്മീയ ഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് ചില മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം. മെരുങ്ങുന്ന മൃഗങ്ങളെ കാണാൻ പറ്റും, മെരുങ്ങാത്ത മനുഷ്യരെയും കാണാൻ പറ്റും. ശരിക്കും മനുഷ്യർ ദൈവമക്കള് ദൈവവചനത്താൽ മെരുങ്ങി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. പക്ഷെ അവർ അവസ്ഥ വരാതെ കൊണ്ട് വളരെ കാടൻ സ്വഭാവത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ കണ്ടെന്ന് വരും. ഈ കുതിരകളെ മെരുക്കുന്നതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ട്രെയിനേഴ്സ് ഉണ്ട്. അത് പക്ഷിമൃഗാദികളെയൊക്കെ ട്രെയിൻ ചെയ്യുന്ന ട്രെയിനേഴ്സ് ഉണ്ട്. കുതിരയെ മെരുക്കുന്നവർ, അവർക്ക് അവരുടേതായിട്ടുള്ള രീതികളുണ്ട്. കുതിരയ്ക്ക് ചില സിഗ്നലൊക്കെ കൊടുക്കും. അതനുസരിച്ച് വേണമെങ്കിൽ വിസിലടിക്കുന്നതായിരിക്കാം, കൈയടിക്കുന്നതായിരിക്കാം. ഇതുങ്ങളെ മെരുക്കിക്കഴിഞ്ഞാൽ അതനുസരിച്ച് ആ സിഗ്നൽ അവർ ഫോളോ ചെയ്യും. ഓടാനുള്ളതാണെങ്കിൽ അവർ ഓടും, നിൽക്കാനുള്ളതാണെങ്കിൽ അവർ നിൽക്കും, തിരിച്ചു വരാനുള്ളതാണെങ്കിൽ തിരിച്ചു വരും. അതിനെല്ലാം ട്രെയിനിങ് ഉണ്ട്. നായയെ ട്രെയിൻ ചെയ്ത് എന്തെല്ലാം കാര്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നത് നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. ഈ കുതിരകളെ മെരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇതിൻ്റെ ഏറ്റവും ഇൻറ്റൻസീവായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അതായത് ഇത് നന്നായിട്ട് മെരുങ്ങി എന്നുള്ളത് അവർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സംഭവം. അതിങ്ങനെയാണ്, 2-3 ദിവസത്തേക്ക് ഈ കുതിരയ്ക്ക് തീറ്റയും വെള്ളവും കൊടുക്കാതെ അതിനെ പട്ടിണിക്കിടും. എന്നിട്ട് ഇത് കഴിയുമ്പോൾ ഈ കുതിരകളെ അഴിച്ചു വിടുമ്പോൾ ഭക്ഷണം വെച്ചിരിക്കുന്ന, വെള്ളം വെച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ ഫുഡ്, ആ വെള്ളം ലക്ഷ്യമാക്കി ഇത് ഓടും. കാരണം അതുപോലെ 2-3 ദിവസമായിട്ട് ഫുഡ് കഴിക്കാതെ വെള്ളം കുടിക്കാതെ വിശന്നിരിക്കുന്നതാണ്, ദാഹിച്ചിരിക്കുന്നതാണ്. ഓടി അതിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ, ഫുഡിൻ്റെ വെള്ളത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഈ ട്രെയിനർ ഒരു സിഗ്നൽ കൊടുക്കും തിരിച്ചു വരാൻ, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരാൻ. അതായത് ഈ ഫുഡ് കഴിക്കാനോ വെള്ളം കുടിക്കാനോ പറ്റാതെ അവിടുന്ന് ആ അവസ്ഥയിൽ തിരിച്ചു വരണം. കുതിര വരും. അതാണ് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള കുതിര. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, മനുഷ്യരാണെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ എന്നാ പറഞ്ഞേനെ, നീ പോയി നിൻ്റെ പണി നോക്കാൻ പറഞ്ഞേനെ. എനിക്ക് അതുപോലത്തെ വിശപ്പാണ്, ദാഹമാണ്. അതുകൊണ്ട് ഇപ്പോഴാണോ വിസിലടിക്കാൻ തോന്നിയത്, തിരിച്ചു വരാനുള്ള വിസിൽ? പക്ഷേ ഈ കുതിര ട്രെയിൻഡ് ആണെങ്കിൽ അതനുസരിച്ചിരിക്കും. അപ്പോഴാണ് അതിൻ്റെ ട്രെയിനിങ് കംപ്ലീറ്റ് ആകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ വെളിച്ചത്തിൽ ഏതാനും കാര്യങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. കാരണം നമ്മൾ ദൈവമക്കളാണ്. എങ്ങനെയെങ്കിലും ഒരു കാടൻ ജീവിതം ജീവിച്ചാൽ പോരാ, ദൈവമക്കളെ പോലെ ട്രെയിൻഡായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. 1 കൊരിന്ത്യർ 9 24 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, കായികാഭ്യാസികൾ എല്ലാ കാര്യത്തിലും ആത്മനിയന്ത്രണം പാലിക്കുന്നു. അങ്ങനെയാണ് അവർക്ക് അവരുടെ ശരീരത്തെ ട്രെയിൻ ചെയ്ത് അതുപോലെ തന്നെ അവർക്ക് ട്രോഫി കരസ്ഥമാക്കാൻ പറ്റുന്നത്. അവർ നശ്വരമായ ഒരു ട്രോഫിക്ക് വേണ്ടി അധ്വാനിക്കുന്നവരാണെങ്കിൽ, ദൈവമക്കളായി നമ്മൾ അനശ്വരമായൊരു ട്രോഫിക്ക് വേണ്ടി അധ്വാനിക്കുന്നവരാണ്. നമ്മുടെ ട്രോഫി സ്വർഗമാണ്. അതിന് ആത്മനിയന്ത്രണം പാലിച്ച് അതനുസരിച്ചുള്ളൊരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് ദൈവമക്കളുടെ പദവിയിലേക്ക് നാം ഉയർത്തപ്പെടുക. നമുക്ക് ഏതാനും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കാം. ഒന്നാമതായിട്ട് നമ്മൾ തിരിച്ചറിയണം, കുതിരയ്ക്ക് കൊമ്പില്ലെങ്കിലും കുതിര കുതിരയാണ്. ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും ഈ ഹോഴ്സ് റേസ്, അതുപോലെ തന്നെ കുതിര പന്തയം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും. നമ്മളൊരു യൂറോപ്പ് ടൂർ പോയപ്പോഴത്തേക്കും ഒരു സ്ഥലം അവർ കാണിച്ചു, അകത്ത് കയറി കാണാൻ പറ്റിയില്ല. അവിടെയാണ് ഹോഴ്സ് റേസ്, അതിൻ്റെ മത്സരം നടക്കുക. അത് നടക്കുന്ന സമയത്ത് ആ ഏരിയ കംപ്ലീറ്റ് ജനനിബിഡമാണ്, ട്രാഫിക്കാണ്. കാരണം അത്ര പ്രാധാന്യം കൽപ്പിച്ചുള്ള ഒരു പന്തയമാണ് അവിടെ നടക്കുക. ഒരുപാട് വ്യക്തികൾ ഒരുപാട് പണം ഇത് വെച്ചുവെക്കുന്ന ഒരു സംഭവം കൂടിയാണ്. കുതിരയ്ക്ക് കൊമ്പുണ്ടായതുകൊണ്ടാണ് നമ്മൾ പറയാറുണ്ട്, കുതിരയ്ക്ക് കൊമ്പും അട്ടയ്ക്ക് കണ്ണുമില്ല, കൊടുത്തിട്ടില്ല, ദൈവം കൊടുത്തിട്ടില്ല. പക്ഷെ നമുക്ക് കാണാൻ സാധിക്കും, കുതിരയ്ക്ക് കൊമ്പില്ലേലും കുതിര കുതിരയാണ്. അങ്ങനെയെങ്കിൽ ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെയൊക്കെ പദവി, നമ്മുടെയൊക്കെ വിളി നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, എനിക്കവരെ പോലെ കാശുകാരനാകാൻ പറ്റിയില്ലല്ലോ, എനിക്കവരെ പോലെ വിദ്യാഭ്യാസം കിട്ടിയില്ലല്ലോ, ഇതും പറഞ്ഞ് പരാതി പരിഭവം പറഞ്ഞിരിക്കാൻ നമുക്ക് പറ്റുമോ? ദൈവമക്കൾക്ക് അവരുടേതായിട്ടുള്ള ഒരു പദവിയുണ്ട്, പ്രാധാന്യമുണ്ട് എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ വിസ്മരിക്കരുത്. നമുക്ക് മനുഷ്യന് വില നൽകുന്നത് എന്താണ്, ആരാണ് എന്നുള്ളത് വചനം പഠിപ്പിക്കുന്നുണ്ട്. യെശയ്യാ 43:1 മുതൽ വായിക്കുമ്പോൾ ഇസ്രായേലിനെ വിളിച്ച് ദൈവം പറയുന്നൊരു കാര്യം, നീ എൻ്റേതാണ്. ദൈവമക്കളോട് ദൈവം പറയാണ്, നീ എൻ്റെ സ്വന്തമാണ്. നമുക്കറിയാമല്ലോ, വലിയ കോടീശ്വരനായ ഒരു വ്യക്തിയുടെ സ്വന്തമായ മക്കളോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ അവർ പണത്തിന് എന്തെങ്കിലും അവർ ദാരിദ്ര്യം അനുഭവിക്കുമോ? ഇല്ല. ദൈവം പറയാണ്, നീ എൻ്റെ സ്വന്തമാണ്. അതാണ് ഈ യെശയ്യാ 43:1 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക. മറ്റൊരു കാര്യം, മനുഷ്യന് ബലം നൽകുന്നത് ദൈവമാണ്. അവിടെ ചിലപ്പോൾ രോഗികളായിരിക്കാം,
നമുക്ക് ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ഞെരുക്കമായിരിക്കാം, പക്ഷേ ബലമുള്ളവരാകുന്നത് ദൈവം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടാണ്. യെശയ്യാ 40 അധ്യായം 30 വചനമെടുത്താൽ, യെശയ്യാ 40:30, ചെറുപ്പക്കാർക്ക് പോലും ശക്തി ചോർന്നു പോകാം, ആശയറ്റവർ വീഴാം, പക്ഷേ കർത്താവിൽ ആശ്രയിക്കുന്നവർ ചിറകടിച്ചുയരും. അതാണ്, അവരെ ക്ഷീണിക്കത്തില്ല, തളരത്തില്ല, അവർ ശക്തരായിരിക്കും എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, മനുഷ്യന് രക്ഷ നൽകുന്നത് ആരാണ്? കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ദൈവം തന്നെയാണ്. അപ്പോസ്തല പ്രവർത്തനം 4:12 വായിച്ചാൽ അവിടെ പറയുന്നുണ്ട്, മറ്റാരിലും രക്ഷയില്ല. രക്ഷ കർത്താവ് എന്ന നാമത്തിലാണ്, യേശു എന്ന നാമത്തിലാണ് നമുക്ക് രക്ഷ കൈവരിക്കാൻ സാധിക്കുന്നത് എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്, മെരുങ്ങുന്ന കുതിരയെക്കുറിച്ചും മെരുങ്ങാത്ത മനുഷ്യരെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞങ്ങളൊക്കെ വിശാഖപട്ടണത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ നോവിഷ്യേറ്റ് നടത്തിയപ്പോൾ ആ നോവിഷ്യേറ്റിലെ മാസ്റ്റർ അച്ഛൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. നമ്മുടെ ഈ തണുപ്പ് കാലമൊക്കെ വരുമ്പോഴത്തേക്കും അവിടെ കാബേജൊക്കെ നടും. കാബേജ് ആ തണുപ്പ് ആവശ്യത്തിന് തണുപ്പുള്ളപ്പോഴാണ് അത് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ അത് ഫോം ചെയ്യത്തില്ല. ഈ നോവിസ് മാസ്റ്റർ ഇടയ്ക്ക് സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നോക്ക്, കാബേജ് ഫോംഡായി, നിങ്ങളുടെ കാര്യമോ, വാട്ട് അബൌട്ട് യു? ഇത്രയും നാൾ ഈ നോവിഷ്യേറ്റിലായിരുന്ന് ഈ കണ്ട പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് നിങ്ങളുടെ ജീവിതം ശരിക്കും ഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഫോർമേഷൻ, അതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. അല്ലാതെ നമ്മൾ കുറേ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്ത് നടത്തിയാൽ പോരാ. അങ്ങനെ നടന്നാൽ ജീവിച്ചാൽ പോരാ, ബൗദ്ധിക തലത്തിൽ കുറേ അറിവ് സമ്പാദിച്ചാൽ പോരാ. ഫോർമേഷൻ, അറിവെല്ലാം നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യാക്കോബ് ശ്ലീഹ 3 അധ്യായത്തിൻ്റെ 7 വചനമെടുത്താൽ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, മൃഗങ്ങളെ എളുപ്പം മെരുക്കാനാകും. 3:4 വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത്, ചെറിയ ചുക്കാൻ കൊണ്ട് വലിയ പായ്ക്കപ്പലിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഇതെല്ലാം സാധ്യമാകുന്നുണ്ട്. പക്ഷേ ഇന്ന് വളരെ ചെറിയ ഒരു അവയവം എന്നാ ഉണ്ട്, നമ്മുടെ നാവ്, അതിനെ നിയന്ത്രിക്കാൻ മനുഷ്യൻ പാടുപെടുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ഈ നാവിന് 2 വേലിയുണ്ട്, പല്ലുകൊണ്ടൊരു വേലി, ചുണ്ടുകൊണ്ടൊരു വേലി. എന്നാൽ ഈ 2 വേലികളും പൊളിച്ച് പുറത്ത് കിടക്കുന്ന നാവിനെ കാണാൻ പറ്റും. അനാവശ്യമായിട്ട് സംസാരിക്കുന്ന, മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്ന വ്യക്തികൾ. നമുക്ക് മൃഗങ്ങളെക്കാൾ വേണമെങ്കിൽ ഒരു താഴ്ന്ന ലെവലിലേക്ക് പോകണമെങ്കിൽ പോകാം. മൃഗങ്ങളെക്കാൾ ഉന്നതമായ സ്ഥാനം കൈവരിക്കേണ്ടവരാണ് ദൈവമക്കൾ എന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടി വിളിക്കനുസരിച്ച് ജീവിക്കണമെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. 2 പത്രോസ് 2:12 വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, വേണമെങ്കിൽ നമുക്ക് മൃഗതുല്യം ജീവിക്കാം. അതിനതാണ് സഹജവാസനയാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾ. തിന്നണമെന്ന് തോന്നുമ്പോൾ തിന്നുക, കുടിക്കണമെന്ന് തോന്നുമ്പോൾ കുടിക്കുക, കിടക്കണമെന്ന് തോന്നുമ്പോൾ കിടക്കുക, അങ്ങനെ സഹജവാസനയാൽ നയിക്കപ്പെടുന്ന അവസ്ഥ. ചിലർ മൃഗങ്ങളെക്കാൾ താഴ്ന്ന അവസ്ഥയിലേക്കും പോയെന്ന് വരും. മൃഗങ്ങൾ പോലും ചിന്തിക്കാത്ത രീതിയിൽ വേണേ ലൈംഗിക സുഖത്തിന് വേണ്ടി ചിന്തിക്കുന്ന മനുഷ്യരെ നമ്മൾ കണ്ടെത്തിയെന്ന് വരും. വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു അവസ്ഥയിലൂടെ മൃഗങ്ങളെക്കാൾ കഷ്ടമായി ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം എന്നുള്ളത് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ലേവ്യർ 20:15, നിയമാവർത്തനം 27:21 വചനം. ഈ 2 വചനങ്ങൾ സൂചിപ്പിക്കുന്നത് മൃഗഭോഗം. മൃഗങ്ങൾ പോലും ലൈംഗിക സുഖത്തിന് വേണ്ടി അതിൻ്റെ ഗണം വിട്ട് വേറെ ഏതെങ്കിലും ഗണത്തിലേക്ക് പോകാറുണ്ടോ? ഇല്ല. പക്ഷേ മനുഷ്യൻ ചിലപ്പോൾ ആ ഒരു കാര്യം പോലും ചെയ്യുന്ന, അതാണ് മൃഗഭോഗം എന്ന് പറഞ്ഞിരിക്കുന്നത്. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ ശരീരം മെരുക്കുന്നത് പോലെ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിനെ മെരുക്കാനാകും. മനസ്സ് മെരുങ്ങിക്കഴിഞ്ഞാലാണ് ശരീരം മെരുക്കുന്നത് കുറച്ചുകൂടി നമുക്ക് എളുപ്പമാവുക. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് അദ്ദേഹം തൻ്റെ ജീവിതം കൊണ്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, അദ്ദേഹം മുൻകോപിയായി, വലിയ മുൻകോപി. പക്ഷേ ആ മനുഷ്യൻ ഇന്നറിയപ്പെടുന്നത് ദ മോസ്റ്റ് ജെൻറ്റിൽമാൻ സെയിൻറ്റ്, സൗമ്യനായ വിശുദ്ധൻ. എങ്ങനെയാണ് ഇത് സാധ്യമായത്? അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്, നിരന്തരമായ പ്രാർത്ഥന, ഒപ്പം വിപരീത പുണ്യം പരിശീലിച്ചു. ഏത് ദുർഗുണവും മാറ്റിയെടുക്കാൻ നല്ലത് പ്രാർത്ഥിക്കുക, ഒപ്പം അതിൻ്റെ വിപരീത പുണ്യം പരിശീലിക്കുക. ഇങ്ങനെ പരിശീലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് കൂടുതൽ സുരക്ഷിതമാകും. പാപത്തിൽ വീഴാതിരിക്കാൻ അത് നമ്മെ സഹായിക്കുമെന്നുള്ള ആ ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് വരാം. അതിനുവേണ്ട കൃപയ്ക്കായി നമുക്ക് ഈ പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ചിട്ടയില്ലാത്ത കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന വ്യക്തികളുണ്ട്, അവരുടെ മാനസാന്തരത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ
എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.